തൃശൂർ ചാലക്കുടി എസ് ഓട്ടോണമസ് കോളേജിൽ മെഗാ തൊഴിൽ മേള നടന്നു. മേളയിൽ നിരവധി കമ്പനികളും 1500-ലധികം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു. ചടങ്ങ് MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നെടുമുടി ചെമ്പുറത്ത് ജനനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 17ാമത് ചെറുവള്ളം കളി മത്സരം നടന്നു. മത്സരത്തിൽ VBC ബോട്ട് ക്ലബ് വൈശ്യം ഭാഗം വിജയിച്ചു. പുളിക്കൽക്കാവ് ദേവി ക്ഷേത്രത്തിന് സമീപം നടന്ന മത്സരം സിനിമാ താരം പ്രമോദ് വെളിയനാട് ഉദ്ഘാടനം ചെയ്തു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന സർഗമേള നാളെ നടക്കും. മലപ്പുറം വലിയകുന്ന് HLP സ്കൂളിൽ നടക്കുന്ന പരിപാടി AP സബാഹ് ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര ബധിരദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ചെറുവണ്ണൂർ AWH സ്പെഷ്യൽ എഡ്യൂക്കേഷൻ HI വിഭാഗം ആംഗ്യഭാഷാ ദിന പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേധാവി മുഹമ്മദ് ബഷീർ K ഉദ്ഘാടനം ചെയ്തു. ബധിരദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ നിരവധി പരിപാടികളും നടന്നു. തൃശൂർ വടക്കാഞ്ചേരിയിൽ ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടത്തിൽ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലായിരുന്നു അപകടം. വാഹനത്തിന്റെ മുൻഭാഗത്തെ ടയർ പൊട്ടിയതാണ് അപകട കാരണം. കൊച്ചി മരട് കാളാത്ര ജംഗ്ഷനിൽ ടിപ്പർ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് മരട് സ്വദേശിയും ആയുർവേദ ഡോക്ടറുമായ വിൻസി വർഗീസ്. ടിപ്പർ ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിൽ. പാലക്കാട് മാരക മയക്കുമരുന്നായ 6 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ഓങ്ങല്ലൂർ സ്വദേശി മൻസൂറാണ് പിടിയിലായത്. പ്രതിയെ പിടികൂടിയത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്ന്. കൊല്ലം പോരുവഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോഷൻ മാഗ് 2024 ഭാഗമായി പോഷകാഹാര പ്രദർശനം നടത്തി. പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ വിവിധ അംഗൻവാടികൾ സംയുക്തമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ കോട്ടയ്ക്കൽ MKR ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ കർമ്മ അവാർഡ് WCCക്ക് നൽകുമെന്ന ജൂറി അംഗങ്ങൾ. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. അവാർഡ് നിർണയം നടത്തിയത് MT വാസുദേവൻ നായർ ചെയർമാനായ ജൂറി. കോട്ടയം സംക്രാന്തിയിൽ 800 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിലായത് വടവാതൂർ സ്വദേശി സ്റ്റാൻ K വിൽസൺ. പിടിയിലാകുന്നത് കഞ്ചാവുമായി എറണാകുളത്ത് നിന്ന് ബസ് വഴി വരുന്നതിനിടെ. തിരുവനന്തപുരം നെടുമങ്ങാട് ആധുനിക മാർക്കറ്റിന്റെ ടെൻഡർ നടപടികൾ തുടങ്ങിയെന്ന മന്ത്രി GR അനിൽ. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 71,000 സ്ക്വയർ ഫീറ്റിൽ 26.11 കോടി രൂപ ചെലവിൽ മാർക്കറ്റ് നിർമ്മിക്കാനാണ് പദ്ധതി. പഴയ മാർക്കറ്റ് പൊളിച്ചുമാറ്റിയാണ് പുതിയ മാർക്കറ്റ് നിർമ്മാണം. മുഖ്യമന്ത്രിയും RSSും പോലീസ് മേധാവിയും ചേർന്നുള്ള മാഫിയ കൂട്ടുകെട്ടിനെതിരെ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി TPM ജിഷാൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന കായിക ലഹരി പദ്ധതിയുടെ പരിശീലന ക്യാമ്പും കായികോപകരണ വിതരണവും സംഘടിപ്പിച്ചു. പദ്ധതി നടപ്പിലാക്കുന്നത് 4 സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി. പരിശീലന ക്യാമ്പിൽ കായിക പ്രതിഭകളെയും ആദരിച്ചു. മലപ്പുറം വളാഞ്ചേരി നഗരസഭ മാലിന്യമുക്ത വളാഞ്ചേരി 2024-25 ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ രൂപീകരിക്കുന്നതിനായി മുനിസിപ്പൽ തല സംഘാടക സമിതി യോഗം സംഘടിപ്പിച്ചു. പദ്ധതി നടപ്പിലാക്കുന്നത് മാലിന്യമുക്തം നവകേരളം 2ാം ഘട്ടം, സ്വച്ഛതാ സേവാ ക്യാമ്പയിൻ എന്നിവയോടനുബന്ധിച്ച് നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു.